സർക്കാർ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസ് നിരോധനത്തിന് പുല്ലുവില. വീട്ടിൽ പ്രാക്ടീസ് മാത്രമല്ല, വീടിനോട് ചേർന്ന് സ്വന്തമായി ഓപ്പറേഷൻ തിയേറ്റർ വരെ നടത്തുന്ന ഡോക്ടർമാരുണ്ട്. ഗവൺമെന്റ് ഡോക്ടേഴ്സിന് പ്രൈവറ്റായി പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുമോ? ഗവൺമെന്റ് ഡോക്ടേഴ്സിനെ 2 കാറ്റഗറിയായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ കാറ്റഗറിയിൽ പെടുന്ന ഡോക്ടേഴ്സ് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ അടിയിൽ പെടുന്ന ഡോക്ടേഴ്സ് ആണ്. അതായത് മെഡിക്കൽ കോളേജുകളിലും ഡെന്റൽ കോളേജുകളിലും പഠിപ്പിക്കുന്ന ഡോക്ടേഴ്സ്. നമ്മുടെ കേരള ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ കാറ്റഗറിയിൽ പെടുന്ന ഡോക്ടേഴ്സിന് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലോ പ്രൈവറ്റായി വീടുകളിലോ പ്രാക്ടീസ് ചെയ്യാനേ സാധിക്കുകയില്ല. ഇത് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ കാറ്റഗറിയിൽ പെടുന്ന ഡോക്ടേഴ്സിന് നമ്മുടെ കേരള ഗവൺമെന്റ് നോൺ പ്രാക്ടീസിംഗ് അലവൻസ് ആയി 25% ഇവരുടെ സാലറിക്ക് പുറമെ അലവൻസ് നൽകുന്നതാണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറി ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിനടിയിൽ വരുന്ന ഡോക്ടേഴ്സ് ആണ്. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളിലും താലൂക്ക് ഹോസ്പിറ്റലുകളിലും പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിലും വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണ് ഈ കാറ്റഗറിയിൽ പെടുന്നത്. ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ കാറ്റഗറിയിൽ പെടുന്ന ഡോക്ടേഴ്സിന്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞാൽ അവർക്ക് പ്രൈവറ്റായി പ്രാക്ടീസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. എന്നാൽ ഈ ഡോക്ടർമാർക്കും കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആദ്യമായി തന്നെ ഇവർക്ക് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല. രണ്ടാമത്, ഇവർ പ്രാക്ടീസ് ചെയ്യുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ 1 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല. മൂന്നാമത്, ഇവരെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവർക്ക് ഒരു നഴ്സിനെയോ ടെക്നീഷ്യനെയോ വെക്കാൻ സാധിക്കുകയില്ല. നാലാമത്, ഇവർ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് അവർക്ക് റെഫർ ചെയ്യാൻ സാധിക്കുകയില്ല. അഞ്ചാമത്, ഇവർക്ക് ഒരു സ്ഥലത്തിൽ കൂടുതൽ സ്ഥലത്തേക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല. ആറാമത്, ഇവർക്ക് അഡ്വർടൈസ് ചെയ്യാൻ സാധിക്കുകയില്ല. ലാസ്റ്റ്ലി, ഇവർക്ക് മിനിമൽ ആയുള്ള എക്വിപ്മെന്റ്സ് യൂസ് ചെയ്ത് മാത്രമേ പ്രൈവറ്റ് ആയി പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഡോക്ടർമാർക്ക് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ നിന്ന് എൻക്വയറി വന്നാൽ ഡോക്ടർമാരുടെ പെർമനന്റ് റെസിഡൻസിലാണ് പ്രാക്ടീസ് എങ്കിൽ ആധാർ കാർഡോ വാട്ടർ ബില്ലോ ഇലക്ട്രിസിറ്റി ബില്ലോ കാണിച്ചാൽ മതി. ഇനി റെന്റ് ചെയ്ത പ്രോപ്പർട്ടിയിലാണെങ്കിൽ ഒന്നിൽ ഒരു റെന്റൽ അഗ്രിമെന്റ് അല്ലെങ്കിൽ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്തതിനെതിരായി ഡോക്ടർമാർ എന്തെങ്കിലും വയലേഷൻസ് നടത്തുകയാണെങ്കിൽ അവർക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷനും ഗവൺമെന്റ് എടുക്കാനുള്ള അധികാരമുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഫോളോ ലീഗൽ ഫ്രണ്ട് അമിതാഭ് ടു നോ യുവർ റൈറ്റ്സ്.